ഹലോ, അപ്പോൾ നമുക്ക് കുറേ ടൈപ്സിൽ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ഇട്ടത്. ഏത് ടൈപ്പ് ഓട്സ് വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇടാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ സീഡ്സും നട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പൗഡറാണ്. ഇതും നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കി സൂക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സിനമൺ പൗഡറാണ് ഇടുന്നത്. ഇതും ഞാൻ കടയിൽ നിന്ന് വാങ്ങി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പ്യുവറായാണല്ലോ, അപ്പോൾ പ്യുവറായിട്ട് കിട്ടും, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മളിലുള്ള സീസണൽ ഫ്രൂട്ട് ഏതാണോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ആഡ് ചെയ്യാം. സിട്രസ് ഫ്രൂട്ട്സ് ഒഴിവാക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടി വാൾനട്ടും ആൽമണ്ടും പംകിൻ സീഡും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിന് വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്നത് ഡേറ്റ്സും അതുപോലെ ഹണിയും കൂടെയാണ് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മിൽക്കും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല, കാരണം ഈ ചിയാ സീഡ് ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതുകൊണ്ട് അതിങ്ങനെ കട്ടയായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രാവിലെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്.